Dear students, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 11 ദ പി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇന്ന് ഈ പി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മളിന്ന് കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ യൂണിറ്റ് 10 നിങ്ങൾ എസ് ബ്ലോക്ക് എലമെൻറ്റ്സിനെ പറ്റി കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് പഠിച്ചപ്പോൾ അതിലെ എല്ലാ എലമെൻറ്റ്സിനെ പറ്റിയും നിങ്ങൾക്കൊരു ധാരണയുണ്ട്. അതേപോലെ തന്നെ പി ബ്ലോക്ക് എലമെൻറ്റ്സിനെ പറ്റിയാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ ഓരോ ബ്ലോക്കുകളും എവിടെയാണെന്നുള്ളത് നിങ്ങൾ ആദ്യത്തെ ചാപ്റ്ററുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കറക്റ്റ് ഒരു ഐഡിയ പീരിയോഡിക് ടേബിളിനെ പറ്റി ഉണ്ടെങ്കിൽ ഈ പി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ എന്താണ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നുള്ള ഐഡിയ നിങ്ങൾക്കുണ്ട്. അതായത് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിയുമ്പോൾ വാലൻസ് ഷെല്ലായിട്ട് ഇലക്ട്രോൺ വന്നിരിക്കുന്നത് പി ഓർബിറ്റലിലാണെങ്കിൽ അത്തരത്തിലുള്ള എലമെൻറ്റ്സിനെയാണ് നമ്മൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ പി ബ്ലോക്ക് എലമെൻറ്റ്സിൽ വെച്ചിരിക്കുന്ന എലമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ ഏറ്റവും മുകളിലാണ് ഹീലിയം ആറ്റം കൊടുത്തിട്ടുണ്ട്. ഹീലിയം ഇല്ലാതെ ബാക്കി എല്ലാ എലമെൻറ്റ്സും നമ്മൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. പക്ഷേ കാരണം എന്താണ്, ആ ഹീലിയത്തിൻ്റെ കേസിൽ ഒരു പി ഓർബിറ്റൽ ഉണ്ടോ? പോസിബിൾ അല്ലല്ലോ. അപ്പോൾ പി ഓർബിറ്റൽ ഹീലിയത്തിൻ്റെ കേസിൽ പോസിബിൾ അല്ല എങ്കിലും ആ ഹീലിയത്തിനെ നമ്മൾ പി ഓർബിറ്റലിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് 13 തൊട്ട് ഗ്രൂപ്പ് 18 വരെയുള്ള എലമെൻറ്റ്സ് ആണ് നമ്മൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ജനറൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NS2 NB126. അപ്പോൾ NS എന്ന് പറഞ്ഞാൽ N എന്താണ്? ആ ഷെല്ല്, അതായത് ഹീലിയം ആണെങ്കിൽ 1s2 ആണ് വരുന്നത്. അപ്പോൾ ബോറോൺ ആണെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ 5 അല്ലേ? അപ്പോൾ 1s2 2s2 2p1 എന്നുള്ളതാണ് ബോറോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. മനസ്സിലായല്ലോ? 1s2 2s2 2p1 ആണ് ബോറോൺ, അറ്റോമിക് നമ്പർ 5 ഉള്ള ഒരു എലമെൻ്റാണ്. അപ്പോൾ അതിൻ്റേത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p1 എന്നുള്ളതാണ്. അപ്പോൾ 1 to 6 എന്ന് പറഞ്ഞിരിക്കുന്നത് പി ഓർബിറ്റിലെ മാക്സിമം നമുക്ക് കൊള്ളിക്കാൻ പറ്റുന്നത് 6 ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ടാണ് 1 to 6 എന്ന് കൊടുത്തേക്കുന്നത്. അപ്പോൾ 1 തൊട്ട് 6 വരെ ഇലക്ട്രോൺസ് പി ഓർബിറ്റിൽ പോസിബിൾ ആയിരിക്കും. അതേപോലെ ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഈ എലമെൻറ്റ്സിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അതായത് പി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ. ഈ ഒരു പി ബ്ലോക്കിൻ്റെ കേസിൽ നമ്മൾ വാലൻസ് ഇലക്ട്രോൺ നോക്കുമ്പോൾ ആ ലാസ്റ്റ് ഷെല്ലിൽ വന്നിരിക്കുന്ന എസ് ഓർബിറ്റലിനെയും പി ഓർബിറ്റലിനെയും കൂടി സം ഓഫ് ദി ഇലക്ട്രോൺസ് ആണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ സാധാരണ കേസിൽ എസ് ബ്ലോക്കിലും ഡി ബ്ലോക്കിലും ഒക്കെ എസ് ബ്ലോക്കിലാണെങ്കിൽ എസ് ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺ ആയിട്ട് എടുക്കുന്നത്. പക്ഷേ ഈ പി ബ്ലോക്കിൻ്റെ കേസിൽ വാലൻസ് ഷെല്ലായിട്ട് കൺസിഡർ ചെയ്യുന്നത് തന്നെ ലാസ്റ്റ് എസും പിയിലും എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺ കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ പി ബ്ലോക്ക് എലമെൻ്റ് അല്ലേ, അപ്പോൾ പിയിൽ മാത്രമുള്ള ഇലക്ട്രോണിൻ്റെ കേസ് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺ പറയാൻ പറ്റില്ല. അപ്പോൾ എസിലും പിയിലും ഉള്ള, അതായത് ലാസ്റ്റ് വരുന്ന എസിലും പിയിലും എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിൻ്റെ നമ്പറാണ് പി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ വാലൻസ് ഇലക്ട്രോണിൻ്റെ നമ്പറായിട്ട് കൺസിഡർ ചെയ്യുക. The elements in which the last electron enters the p orbitals of their valence shell are called p block elements. It consists of group 13 to group 18 except helium. The valence shell configuration of p block elements is NS2 NB126. The maximum oxidation state shown by a p block element is equal to the total number of valence electron, that is the sum of s and p electron. അപ്പം നമുക്ക് പി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഒരു ഐഡിയ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ പീരിയോഡിക് ടേബിൾ ഫുൾ അവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇത്രയും മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ പി ബ്ലോക്ക് എലമെൻറ്റ്സ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് 13 തൊട്ട് ഗ്രൂപ്പ് 18 വരെ ഉള്ളതാണ് നമ്മുടെ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഒന്നാമത്, അതായത് ഗ്രൂപ്പ് 13 എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, ബോറോൺ വെച്ചിരിക്കുന്നതാണ് ഗ്രൂപ്പ് 13. കാർബൺ വന്നിരിക്കുന്നത് ഗ്രൂപ്പ് 14, നൈട്രജൻ വന്നിരിക്കുന്ന ഗ്രൂപ്പ്
15, ഓക്സിജൻ ആണെങ്കിൽ 16, ഫ്ലൂറിൻ ആണെങ്കിൽ 17, നിയോൺ വന്നിരിക്കുന്നതാണ് ഗ്രൂപ്പ് 18. അപ്പോൾ ഗ്രൂപ്പ് 13 തൊട്ട് ഗ്രൂപ്പ് 18 വരെയുള്ള എലമെൻറ്റ്സ് എക്സെപ്റ്റ് ഹീലിയം ആണ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് 13 നമ്മൾ വിളിക്കുന്നതാണ് ബോറോൺ ഫാമിലി എന്ന് വിളിക്കും. ഗ്രൂപ്പ് 14 നമ്മൾ കാർബൺ ഫാമിലി എന്ന് വിളിക്കും. ഗ്രൂപ്പ് 15 നമ്മൾ നൈട്രജൻ ഫാമിലി എന്ന് വിളിക്കും. അതായത് ഈ ഓരോ ഗ്രൂപ്പിലും ഫസ്റ്റ് വന്നിരിക്കുന്ന എലമെൻ്റ് ഏതാണോ അതിൻ്റെ നെയിം വെച്ചിട്ടാണ് നമ്മൾ ആ ഫാമിലിക്ക് പേര് കൊടുക്കുക. അപ്പോൾ അടുത്തതാണെങ്കിൽ ഓക്സിജൻ ഫാമിലിയാണ്. ഇതിനെ നമുക്കറിയാം ഏതാണ്, ഫ്ലൂറിൻ വന്നിരിക്കുന്ന ഫ്ലൂറിൻ ഫാമിലി എന്നല്ല പറയുക, നമ്മളതിനെ ജനറലായിട്ട് ഹാലജൻസ് എന്നാണ് വിളിക്കുക. അതേപോലെ ഗ്രൂപ്പ് 18 നമ്മൾ നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ ഗ്യാസസ് എന്നാണ് വിളിക്കുക. അപ്പോൾ നോബിൾ ഗ്യാസസ് ആണ് ഗ്രൂപ്പ് 18. അങ്ങനെ ഓരോ നെയിം ഈ പി ബ്ലോക്ക് എലമെൻറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എസ് ബ്ലോക്കിന് ആൽക്കലി മെറ്റൽസ് എന്നും ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നും പേര് കൊടുത്തിരിക്കുന്ന പോലെ ഈ പി ബ്ലോക്ക് എലമെൻറ്റ്സിന് ഓരോ ഫാമിലി പേര് കൊടുത്തിട്ടുണ്ട്. അതായത് ഗ്രൂപ്പ് 13 ആണ് ഈ ബോറോൺ ഫാമിലി. അങ്ങനെ അപ്പോൾ ബോറോൺ ഫാമിലിയുടെ കേസിലുള്ള എലമെൻറ്റ്സ് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, നിഹോണിയം. അടുത്തത് കാർബൺ ഫാമിലി കാർബൺ, സിലിക്കൺ, ജർമ്മനിയം, ടിന്ന്, ലെഡ്, ഫ്ലറോവിയം. അടുത്തത് നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആൻറ്റിമണി, ബിസ്മുത്ത്, മോസ്കോവിയം. പിന്നെ ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം, ലിവർമോറിയം. പിന്നെ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ടെന്നിസൺ, നിയോൺ, ആർഗൻ, ക്രിപ്റ്റൺ, സിനൺ, റാഡൻ, ഓഗനസിയം. അങ്ങനെ ഗ്രൂപ്പ് 13 തൊട്ട് ഗ്രൂപ്പ് 18 വരെയുള്ള എല്ലാ എലമെൻസിൻ്റെയും ആ ഓർഡറിൽ തന്നെ നെയിം പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പല പ്രോപ്പർട്ടീസും പറയുമ്പോൾ എളുപ്പമുണ്ട്. അപ്പോൾ ഓരോ ഗ്രൂപ്പിലും എങ്ങനെയാണ് ഓരോ പ്രോപ്പർട്ടീസിൻ്റെയും ട്രെൻഡ് എന്ന് ചിലപ്പോൾ പ്രത്യേകം എടുത്ത് ചോദിക്കും. അതുകൊണ്ട് ഈ ഓരോ ഗ്രൂപ്പിലും ഉള്ള എലമെൻസിൻ്റെ നെയിം കറക്റ്റായിട്ട് ഓർഡറിൽ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇന്ന് നിങ്ങളിരുന്ന് ചെയ്യേണ്ട പ്രത്യേക കാര്യം എന്ന് പറയുന്നത് പി ബ്ലോക്ക് എലമെൻറ്റ്സ് ഓരോ ഫാമിലിയും അതിൻ്റെ നെയിം, ഓരോ എലമെൻറ്റിൻ്റെയും നെയിം കറക്റ്റായിട്ട് പഠിക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ഒരു പാഠത്തിലെ ഓരോ പ്രോപ്പർട്ടീസും പറയുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് വരും. അപ്പോൾ ഇതിൻ്റെ ഓരോ നെയിമും കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക, സിമ്പിൾ സഹിതം. അനോമലസ് ബിഹേവിയർ ഓഫ് ഫസ്റ്റ് മെമ്പർ ഓഫ് എ ഗ്രൂപ്പ്. അപ്പം നമ്മൾ ഓരോ ഗ്രൂപ്പ് 13 തൊട്ട് ഗ്രൂപ്പ് 18 വരെയുള്ള എല്ലാ എലമെൻസിൻ്റെയും നെയിം ഒന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓരോ ഫാമിലിക്കും പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ബോറോൺ ഫസ്റ്റ് വരുന്ന ഗ്രൂപ്പ് 13 ബോറോൺ ഫാമിലി എന്നൊക്കെ നമ്മൾ പേര് പറഞ്ഞായിരുന്നു. അപ്പം എന്തോ ഒരു പ്രത്യേകത ഈ ഫസ്റ്റ് മെമ്പറിന് മാത്രം ഉണ്ട്. അപ്പോൾ ആ എന്ത് പ്രത്യേകതയാണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. The first member in each group differ from that of the other elements in their respective group. The anomalous behavior of the first member in each group is due to the very small size of atoms, high ionization energy, high electronegativity and absence of vacant d orbitals. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തു വയ്ക്കാം. അതായത് ഗ്രൂപ്പ് 13 തൊട്ട് ഗ്രൂപ്പ് 18 വരെയുള്ള ഓരോ പി ബ്ലോക്ക് എലമെൻറ്റിനെയും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ഫസ്റ്റ് മെമ്പറിന്, അതായത് ഓരോ ഫാമിലിയിലുമുള്ള ഫസ്റ്റ് മെമ്പറിന് മാത്രം പ്രോപ്പർട്ടീസിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഓരോ ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് മെമ്പർ മാത്രം ചെറിയ ഡിഫറൻസ് കൊണ്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ ആറ്റത്തിൻ്റെ സൈസ് സ്മോളാണ്. അതേപോലെ ഫസ്റ്റ് മെമ്പറിന് ഹൈ അയണൈസേഷൻ എനർജി ഉണ്ടായിരിക്കും. ഫസ്റ്റ് മെമ്പറിന് ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉണ്ടായിരിക്കും. അതേപോലെ വേക്കൻറ്റ് ഡി ഓർബിറ്റൽസ് ആയിരിക്കും ആ ഫസ്റ്റ് മെമ്പറിനുള്ളത്. അപ്പോൾ ഇത്രയും ഒരു പ്രോപ്പർട്ടീസ് ആ ഫസ്റ്റ് മെമ്പറിനുള്ളത് കൊണ്ടാണ് ആ ഒരു അനോമലസ് ബിഹേവിയർ ഓരോ ഗ്രൂപ്പിലെയും ഫസ്റ്റ് മെമ്പർ കാണിക്കുന്നത്. അപ്പോൾ ബോറോൺ ഫാമിലിയിലാണെങ്കിൽ ബോറോണിനാണ് ഒരു അനോമലസ് ബിഹേവിയർ കാണിക്കാൻ പറ്റുക. അപ്പോൾ ബോറോണിൻ്റെ തൊട്ട് താഴെയുള്ള ബാക്കി എലമെൻറ്റ്സ് അലുമിനിയം, ഗാലിയം, ഇൻഡിയം, ടാലിയം, നിഹോണിയം അതിനൊന്നും അനോമലസ് ബിഹേവിയർ ഇല്ല. ബോറോൺ മാത്രം എന്തോ ഒരു എക്സെപ്ഷനായിട്ട് നിൽക്കുവാണ്. അതിൻ്റെ റീസണാണ് ബോറോണിൻ്റെ സ്മോൾ സൈസാണ്. അതേപോലെ ഹൈ അയണൈസേഷൻ എനർജി ഉണ്ട്, ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉണ്ട്, ആബ്സെൻസ് ഓഫ് വേക്കൻറ്റ് ഡി ഓർബിറ്റൽ. ഈ ഒരു കമ്പാരിസൺ പറയുന്നത് ആ ഗ്രൂപ്പിലുള്ള ബാക്കി എലമെൻസിനെ വെച്ചിട്ട് മാത്രമാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇനേർട്ട് പെയർ ഇഫക്റ്റ് എന്താണെന്നുള്ളത്.
അപ്പോൾ ഇനേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനേർട്ടായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മടി പിടിച്ചിരിക്കുക. അപ്പോൾ ഇനേർട്ട് പെയർ ഇഫക്റ്റ് എന്നുള്ളത് ഈ പി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റാണ്. അപ്പോൾ എന്താണ് ഇതെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ റിലക്റ്റൻസ് ഓഫ് എസ് ഇലക്ട്രോൺസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ കെമിക്കൽ ബോണ്ടിങ്. അപ്പോൾ നമ്മൾ പി ബ്ലോക്ക് എലമെൻസിനൊരു കാര്യം പറഞ്ഞിരുന്നു. ഈ പി ബ്ലോക്ക് എലമെൻസിലെ ഓരോ എലമെൻറ്റിൻ്റെയും വാലൻസ് ഇലക്ട്രോണെ കൗണ്ട് ചെയ്യുന്നത് ലാസ്റ്റ് ഷെല്ലായ എസ്സിലും പിയിലും എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോണിൻ്റെ നമ്പർ പറയുന്നത്. അപ്പം പക്ഷേ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു കെമിക്കൽ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള എസ് ഇലക്ട്രോൺസിന് ഒരു താല്പര്യമില്ലായ്മയുണ്ട്. അപ്പോൾ സാധാരണ ഈ ഒരു പ്രശ്നം കാണുന്നത് ഗ്രൂപ്പ് 13, ഗ്രൂപ്പ് 14, ഗ്രൂപ്പ് 15 അതിലുള്ള എലമെൻസിനാണ് ഈ ഒരു പ്രശ്നം നമ്മൾ കാണാറ്. ഇപ്പം നമുക്കറിയാം ഒരു ഗ്രൂപ്പിൽ ഫ്രം ടോപ്പ് ടു ബോട്ടം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് ഡി ആൻഡ് എഫ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നുണ്ട്. അതേപോലെ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് എസ് ഇലക്ട്രോൺസ് അവിടെ ടൈറ്റായിട്ട് ബൈൻഡ് ചെയ്ത് നിൽക്കും. അപ്പോൾ അങ്ങനെ എസ് ഇലക്ട്രോണ് ടൈറ്റായിട്ട് ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ ബൈൻഡ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവയ്ക്ക് വേറൊരു ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ എസ് ഇലക്ട്രോൺ ടൈറ്റായിട്ട് തന്നെ ന്യൂക്ലിയസിനോട് ചേർന്നിരിക്കുന്ന കേസിൽ അവ കെമിക്കൽ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെയൊരു കാരണം കൊണ്ട് നമ്മൾ താലിയം ക്ലോറൈഡ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ താലിയം TLCl is more stable than TLCl3 and lead forms PbCl2 than PbCl4. അതേപോലെ താലിയം പ്ലസ് is stable than താലിയം 3+ and Pb2+ is stable than Pb4+. ഇപ്പോൾ മോർ സ്റ്റേബിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് താലിയത്തിൻ്റെ പ്ലസ് ചാർജും അതേപോലെ ലെഡിൻ്റെ +2 ചാർജുമാണ്. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നത് ഇവ രണ്ടിൻ്റെയും എസ് ഇലക്ട്രോണിൻ്റെ ആ ഒരു ചാർജ് വെച്ചിട്ടാണ് നോക്കിയിട്ടാണ് പറയാൻ പറ്റുക. അപ്പം നമുക്ക് ഇനി നോക്കേണ്ടത് താലിയത്തിൻ്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 6s2 6p1 എന്നുള്ളതാണ്. അപ്പോൾ താലിയം പ്ലസ് ആണെങ്കിൽ കോൺഫിഗറേഷൻ എന്തായിട്ട് മാറും? ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് താലിയത്തിന് ഒരു പ്ലസ് ചാർജ് വന്നാൽ മീനിങ്. അതുകൊണ്ട് ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ താലിയം പ്ലസിൻ്റേത് എന്തായിട്ട് മാറും? 6s2 എന്നുള്ളത് മാത്രമായിട്ട് ചേഞ്ച് ചെയ്യും. കാരണം എന്താണ്? 6pയിലുള്ള ഒരു ഇലക്ട്രോണാണ് അവിടെ ലോസ് ചെയ്യുന്നത്. ഇനി നമ്മൾ താലിയം 3+ ഫോം ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? 6s2വിലെയും 6p1ലെയും ഇലക്ട്രോൺസ് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യേണ്ടി വരും. അതായത് 3 ഇലക്ട്രോൺ റിമൂവ് ചെയ്യണമെങ്കിൽ 1 ഇലക്ട്രോൺ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യും, 2 ഇലക്ട്രോൺ 6sൽ നിന്നും റിമൂവ് ചെയ്യും. അങ്ങനെ റിമൂവ് ആയി പോകുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ സ്റ്റെബിലിറ്റി കുറയും. അപ്പോൾ നമുക്കറിയാം താലിയം പ്ലസ് ഫോം ചെയ്യുമ്പോൾ 6s2 ആണ് വാലൻസ് ഷെല്ലിൽ കോൺഫിഗറേഷൻ വരുന്നത്. അതൊരു ഫുള്ളി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് താലിയം പ്ലസ് ഈസ് സ്റ്റേബിൾ ദാൻ താലിയം 3+. ഇനി പി ബിയുടെ കേസ് നമുക്ക് നോക്കാം. അതായത് ലെഡാണ് പി ബി. പി ബിയുടെ കേസിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 6s2 6p2 ആണ്. അപ്പോൾ 6s2 6p2 എന്നുള്ള ഒരു കോൺഫിഗറേഷൻ ലെഡിന് വന്നു കഴിഞ്ഞാൽ ഈ ഒരു Pb2+ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? 2 ഇലക്ട്രോൺ ഈ 6pയിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെട്ടു അല്ലേ? ഇനി Pb4+ ആക്കി കഴിഞ്ഞാലോ 2 ഇലക്ട്രോൺ 6pയിൽ നിന്നും പോകും, അതേപോലെ 6sൽ നിന്ന് 2 ഇലക്ട്രോൺ പോകും. അപ്പോൾ എന്ത് സംഭവിക്കും? ലാസ്റ്റ് 6s വരുന്ന കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും മോർ സ്റ്റേബിൾ. അതുകൊണ്ട് ആണ് നമ്മൾ പറയുന്നത് Pb2+ ഈസ് മോർ സ്റ്റേബിൾ ദാൻ Pb4+ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എടുക്കേണ്ട ഒരു പ്രത്യേക കാര്യം ഇനേർട്ട് പെയർ ഇഫക്റ്റ് ആണ്. അതായത് എസ് ഇലക്ട്രോൺസിന് കെമിക്കൽ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമില്ല. അതിനാണ് നമ്മൾ ഇനേർട്ട് പെയർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ ഒരു Pb2+ ആയി കഴിയുമ്പോൾ 6s2 എന്നുള്ള കോൺഫിഗറേഷനാണ് വരുന്നത്. അതായത്
6 എസ് ആണ്, അതായത് എസ് ഓർബിറ്റിലാണ് അവിടെ വന്നിരിക്കുന്നത്, അതായത് എസ് ഇലക്ട്രോൺ ആണ് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ എസ് ഇലക്ട്രോണിന് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഈ Pb2+ ഈസ് മോർ സ്റ്റേബിൾ ദാൻ Pb4+ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ റിലേറ്റ് ചെയ്യുന്ന എന്തുമായിട്ടാണ്? ഇനർട്ട് പെയർ ഇഫക്റ്റുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് മാത്രം എടുത്ത് പഠിക്കുവാണ്. നമ്മൾ ആ പീരിയോഡിക് ടേബിൾ കണ്ടപ്പോൾ ഗ്രൂപ്പ് 13 എലമെൻറ്റ്സിൻ്റെ പേരെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിരുന്നു. ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് ഇസ് അതർവൈസ് നോൺ ആസ് ദ ബോറോൺ ഫാമിലി. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് ബോറോൺ ആയിരിക്കും, സിമ്പൽ ബി. സെക്കൻഡ് എലമെൻറ്റ് അലുമിനിയം, സിമ്പൽ AL. തേർഡ് എലമെൻറ്റ് ഗാലിയം, സിമ്പൽ GA. ഫോർത്ത് എലമെൻറ്റ് ഇൻഡിയം, സിമ്പൽ IN. ഫിഫ്ത്ത് എലമെൻറ്റ് താലിയം, സിമ്പൽ TL. ലാസ്റ്റത്തെ എലമെൻ്റാണ് ഗ്രൂപ്പ് 13 നിഹോണിയം, സിമ്പൽ NH. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബോറോൺ മാത്രമാണ് നോൺ മെറ്റലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു ബോറോൺ ഫാമിലി എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പി ബ്ലോക്ക് എലമെൻറ്റ്സ് ഏതെടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഫസ്റ്റ് ഗ്രൂപ്പിന് മാത്രം ഒരു അനോമലസ് ബിഹേവിയർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു ബോറോൺ ഫാമിലി എടുക്കുമ്പോൾ ബോറോൺ മാത്രം ഒരു നോൺ മെറ്റലായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ബാക്കി എല്ലാ എലമെൻറ്റ്സും ആ ബോറോൺ ഫാമിലി ഇതിൽ മെറ്റൽസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതാണ് നമ്മൾ അനോമലസ് ബിഹേവിയർ ഇൻ ഗ്രൂപ്പ് 13 അല്ലെങ്കിൽ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ബോറോൺ ഫാമിലിയിലും ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, നിഹോണിയം, ഇത്രയുമാണ് നമ്മുടെ ബോറോൺ ഫാമിലിയിൽ വരുന്ന എലമെൻറ്റ്സ്. ഇനി നമ്മൾ ഓരോ അറ്റോമിക് പ്രോപ്പർട്ടീസും നോക്കുവാണ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. നമുക്കറിയാം ഗ്രൂപ്പ് 13 ആണ്. ഈ കേസിലെല്ലാം നോർമൽ കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. NS2 NB126 ആണ് പി ബ്ലോക്ക് എലമെൻറ്റ്സിലെ ജനറൽ കോൺഫിഗറേഷൻ. അപ്പോൾ പി ബ്ലോക്ക് എലമെൻറ്റ്സിലെ ഫസ്റ്റ് ഗ്രൂപ്പ് 13 ജനറൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NS2 NB1 ആണ്. ഞാൻ ബോറോണിൻ്റെ കോൺഫിഗറേഷൻ മാത്രം പറഞ്ഞിരുന്നു. 5 വന്നു കഴിഞ്ഞാൽ 1s2 2s2 2p1 ആണ് ബോറോണിൻ്റെ കോൺഫിഗറേഷൻ. അപ്പം നമ്മൾ ജനറലായിട്ട് എന്തെന്ന് പറയാം? NS2 NB1 എന്നുള്ളതാണ് ജനറൽ കോൺഫിഗറേഷൻ ഓഫ് ബോറോൺ ഫാമിലി. ബോറോൺ ആൻഡ് അലുമിനിയം ഹാവ് നോബിൾ ഗ്യാസ് കോർ. അപ്പോൾ നോബിൾ ഗ്യാസ് കോർ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ സിനോൺ പോലെയുള്ള എലമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നതിനാണ് നമ്മൾ നോബിൾ ഗ്യാസ് കോർ എന്ന് പറയുന്നത്. ഇപ്പോൾ ബോറോണിൻ്റെയും അലുമിനിയത്തെയും നമുക്ക് നോബിൾ ഗ്യാസ് കോർ പോലെ എഴുതാൻ പറ്റും. അത് നിങ്ങൾ ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അതേപോലെ ഗാലിയവും ഇൻഡിയവും നോക്കിക്കഴിഞ്ഞാൽ നോബിൾ ഗ്യാസ് കോറിൻ്റെ കൂടെ 10d ഇലക്ട്രോണോടെ കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ഗാലിയത്തിൻ്റെയും ഇൻഡിയത്തിൻ്റെയും എഴുതുന്നത്. താലിയം ആണെങ്കിൽ നമുക്ക് 14f ഇലക്ട്രോൺസും 10d ഇലക്ട്രോണോട് ആ കോറിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് നമുക്ക് ലാസ്റ്റ് താലിയത്തിൻ്റെത് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ അത് ജനറലായിട്ടൊന്ന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ ടെക്സ്റ്റിലൊന്ന് നോക്കിയേക്കണം. അടുത്തത് അറ്റോമിക് റേഡിയാണ്. ഈ പ്രോപ്പർട്ടി നിങ്ങൾ ജനറലായിട്ടുള്ള ട്രെൻഡ് പീരിയോഡിക് ടേബിളിൽ എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളൊരു ഗ്രൂപ്പിൽ ഫ്രം ടോപ്പ് ടു ബോട്ടം എടുത്തു കഴിഞ്ഞാൽ അറ്റോമിക് റേഡിയസ് ജനറലായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് നമുക്കറിയാം. പക്ഷേ ഇവിടെ ഒരു എക്സെപ്ഷണൽ കേസ് ഉള്ളത്, അറ്റോമിക് റേഡിയസ് ഓഫ് ഗാലിയം ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് അലുമിനിയം. നമ്മൾ പറഞ്ഞു ഫ്രം ടോപ്പ് ടു ബോട്ടം അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ബോറോൺ ഫാമിലിയിൽ ബോറോൺ ഉണ്ട്, അലുമിനിയം ഉണ്ട്, ഗാലിയം, ഇൻഡിയം, താലിയം, നിഹോണിയം, ഇത്രയുമാണ് എലമെൻറ്റ്സ്. അപ്പോൾ അറ്റോമിക് റേഡിയസ് ബോറോണിന് കുറവായിരിക്കും, ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? നിഹോണിയത്തിനായിരിക്കും. ബോറോണ്, അത് കഴിഞ്ഞ് അലുമിനിയം, പിന്നെ അങ്ങനെ കൂടി ഏറ്റവും കൂടുതൽ അറ്റോമിക് റേഡിയസ് നിഹോണിയത്തിനായിരിക്കും. ദ അറ്റോമിക് റേഡിയസ് ഓഫ് ഗാലിയം ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് അലുമിനിയം. പക്ഷേ ഇവിടുത്തെ എക്സെപ്ഷണൽ കേസ് പറഞ്ഞതാണ്. ഇങ്ങനെ പോകുമ്പോൾ അലുമിനിയത്തിനേക്കാളും കൂടുതലായിരിക്കണം ഗാലിയത്തിന് വരേണ്ടത്. പക്ഷേ ഈ ഗാലിയത്തിൻ്റെ അറ്റോമിക് റേഡിയസ് വിൽ ബി ലെസ് ദാൻ അലുമിനിയം. അപ്പോൾ അതിന് റീസൺ എന്ന് പറയുന്നത് ഗാലിയത്തിൻ്റെ കേസിലുള്ള കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽസിൻ്റെ പ്രസൻസ് ആണ് ഈ ഒരു അറ്റോമിക് റേഡിയസിൻ്റെ ഗാലിയത്തിന് കുറവാകാനുള്ള കാരണം.
അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അറ്റോമിക് റേഡിയസ് ഓഫ് ഗാലിയം ഈസ് 135 പൈക്കോമീറ്റർ ആൻഡ് അലുമിനിയം ഈസ് 143 പൈക്കോമീറ്റർ. നമ്മൾ ആ ജനറൽ ട്രെൻഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗാലിയത്തിന് അലുമിനിയത്തിനേക്കാളും കൂടുതലായിരിക്കണം. പക്ഷേ അലുമിനിയത്തിനാണ് ഗാലിയത്തിനേക്കാൾ കൂടുതൽ അറ്റോമിക് റേഡിയസ് വന്നിരിക്കുന്നത്. ആ എക്സെപ്ഷണൽ കേസ് വരാൻ കാരണം ഗാലിയത്തിൻ്റെ ഡി ഓർബിറ്റൽസിലുള്ള 10 ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് ആണ് ആ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു എക്സെപ്ഷണൽ കേസ് വരാനായിട്ട് കാരണം. അപ്പം നമ്മൾ ഫസ്റ്റ് കണ്ട പ്രോപ്പർട്ടി ബോറോൺ ഫാമിലിയിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. രണ്ടാമത്തേത് അറ്റോമിക് റേഡി. മൂന്നാമത്തേതാണ് അയണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി നമുക്കറിയാം, ഈ ഒരു പി ബ്ലോക്ക് എലമെൻറ്റ്സിലെ ബോറോൺ ഫാമിലി എടുത്തു കഴിഞ്ഞാൽ അയണൈസേഷൻ എൻതാൽപ്പി ഡസ് നോട്ട് ഡിക്രീസ് സ്മൂത്ത്ലി ഡൗൺ ദ ഗ്രൂപ്പ്. ദിസ് ഈസ് ഡ്യൂ ടു ദ പുവർ ഷീൽഡിംഗ് ഇഫക്റ്റ് ഓഫ് ദി കംപ്ലീറ്റ്ലി ഫിൽഡ് ഇന്നർ ഡി ആൻഡ് എഫ് ഇലക്ട്രോൺസ്. അതുപോലെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ബോറോൺ ഫാമിലിയിലേത് ഫസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ബോറോൺ തൊട്ട് അലുമിനിയം വരെ ഡിക്രീസ് ചെയ്യും, അതിനുശേഷം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു എക്സെപ്ഷണൽ കേസ് തന്നെയാണ്. ഈ ഒരു ബോറോൺ ഫാമിലിയിൽ അയണൈസേഷൻ എൻതാൽപ്പി എടുത്താലും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എടുത്താലും നമുക്ക് കറക്റ്റ് ഒരു ഓർഡർ പറയാൻ പറ്റില്ല. നമ്മൾ അറ്റോമിക് റേഡിയസിൽ ആ ഒരു പ്രശ്നം കണ്ടിരുന്നു. ഗാലിയവും അലുമിനിയവും തമ്മിലുള്ള അറ്റോമിക് റേഡിയസിൻ്റെ ഡിഫറൻസ് നമ്മളവിടെ കണ്ടിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിക്ക് നമുക്ക് എങ്ങനെ പറയാം? ബോറോൺ തൊട്ട് അലുമിനിയം വരെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറയും, അതിനുശേഷം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ അതിനൊരു മെയിൻ കാരണം എന്ന് പറയുന്നത് അറ്റോമിക് സൈസിലുള്ള വേരിയേഷൻ തന്നെയാണ്. അതായത് അറ്റോമിക് റേഡിയസുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമ്മൾ അറ്റോമിക് സൈസ് പറയുന്നത്. അപ്പോൾ എക്സെപ്ഷണൽ കേസസ് അറ്റോമിക് റേഡിയസിന് ഉള്ളതുകൊണ്ട് അത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയെയും ബാധിക്കും. ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ ജനറലായിട്ട് ഗ്രൂപ്പ് 13 എലമെൻസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയുന്നത് +3 ആണ്. അപ്പോൾ ജനറൽ കോൺഫിഗറേഷൻ NS2NB1 ആണ് നമ്മുടെ ഈ ബോറോൺ ഫാമിലിയിലേത്. അതായത് ലാസ്റ്റ് വാലൻസ് ഷെല്ലിൻ്റെ നമ്പർ എന്ന് പറയുന്നത് NSൽ 2 ഇലക്ട്രോണും NPയിൽ 1 ഇലക്ട്രോണുമാണ്. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് റിമൂവ് ചെയ്ത് കളയാൻ പറ്റുന്നത് ആ വാലൻസ് ഷെല്ലിലുള്ള ടോട്ടൽ 3 ഇലക്ട്രോൺസിനെ ആയിരിക്കും. അതുകൊണ്ടാണ് ജനറൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളിന്ന് കണ്ട പ്രോപ്പർട്ടീസ്. ഡ്യൂ ടു ഹൈ അയണൈസേഷൻ എൻതാൽപ്പി ബോറോൺ ഡസ് നോട്ട് ഫോം +3 അയോൺസ് ആൻഡ് ഇറ്റ് ഓൺലി ഫോംസ് കോവാലൻ്റ് കോമ്പൗണ്ട്സ്. അപ്പോൾ +3 ആണ് ജനറൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബോറോൺ ഫാമിലിയിലേത് എന്ന് പറഞ്ഞാലും ഈ ഒരു ബോറോണിൻ്റെ ഫാമിലിയിൽ ബോറോൺ മാത്രം എന്ത് പ്രശ്നമുണ്ട്? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നില്ല. അപ്പോൾ ദ സ്റ്റെബിലിറ്റി ഓഫ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിക്രീസസ് ആൻഡ് ദാറ്റ് ഓഫ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് increases down the group. This is due to inert pair effect. അപ്പോൾ നമ്മൾ ഇനർട്ട് പെയർ ഇഫക്റ്റ് എന്താണെന്ന് പറഞ്ഞിരുന്നു. ആ S ഇലക്ട്രോൺസിന് കെമിക്കൽ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റിലക്റ്റൻസിനാണ് നമ്മൾ ഇനർട്ട് പെയർ ഇഫക്റ്റ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ബോറോൺ ഫാമിലി നോക്കിക്കഴിഞ്ഞാൽ +3 ഒരു ജനറൽ കോൺഫിഗറേഷൻ ജനറൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് പ്രശ്നം? ഡൗൺ ദ ഗ്രൂപ്പ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും നമ്മൾ പറയുന്നത്. അതായത് ഇനർട്ട് പെയർ ഇഫക്റ്റ് കാരണം +3 കോൺഫിഗറേഷൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റി കുറഞ്ഞു വന്ന് അത് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ആ ബോറോൺ ഫാമിലി നോക്കിക്കഴിഞ്ഞാൽ ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, നിഹോണിയം അത്രയുമുണ്ട്. അപ്പോൾ ആ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുതലായിട്ടും സ്റ്റേബിൾ ആയിരിക്കുന്നത് ഡൗൺ ദ ഗ്രൂപ്പിലും +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി ആദ്യം ഡിക്രീസ് ചെയ്യും, അതിനുശേഷം +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെയാണ് ഇനർട്ട് പെയർ ഇഫക്റ്റ് പറയുന്നത്. ദ ട്രൈവാലൻ്റ് കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ 13th group elements are called electron deficient compounds. In these compounds, the number of electrons around the central atom of the molecule is 6. In order to attain stable octet configuration, they accept a pair of electrons, so they behave as Lewis acids: BF3, BCl3, AlCl3, B2H6. ഇപ്പോൾ ബോറോൺ ഫാമിലിയിൽ ഫസ്റ്റ് ആണ് BF3 എന്നുള്ളത്. അതായത് ബോറോൺ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് BF3 നിന്നിരിക്കുന്നത്.
അലുമിനിയം എടുത്തു കഴിഞ്ഞാൽ ഏതാണ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ +3 എന്നുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ സ്റ്റെബിലിറ്റി ഫസ്റ്റ് കുറവായിരിക്കും, +1-നായിരിക്കും കൂടുതൽ സ്റ്റെബിലിറ്റി ഡൗൺ ദി ഗ്രൂപ്പിൽ ഇൻക്രീസ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പി ബ്ലോക്ക് എലമെൻറ്റ്സിലെ ബോറോൺ ഫാമിലിയിലെ പ്രോപ്പർട്ടീസ് മാത്രമാണ് കണ്ടത്. അത് നിങ്ങളിന്ന് കറക്റ്റായിട്ട് പി ബ്ലോക്ക് എലമെൻറ്റ്സിലെ ഓരോ ഫാമിലിയിലെയും എലമെൻറ്റ്സിൻ്റെ നെയിം കറക്റ്റ് ഓർഡറിൽ പഠിച്ചു വയ്ക്കുക. അതിനുശേഷം ഈ ബോറോൺ ഫാമിലിയിലെ ഓരോ എലമെൻറ്റും എടുത്തിട്ട് പ്രോപ്പർട്ടീസ്, അറ്റോമിക് റേഡിയസ് എങ്ങനെയാണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ്, അയണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇത് നമ്മൾ ഇനേർട്ട് പെയർ ഇഫക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് കറക്റ്റ് പഠിക്കാനും ശ്രദ്ധിക്കുക. താങ്ക് യു.